RDX അടുത്ത വിഷയത്തിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിൽ കയറി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ജനീഷ് കുമാർ MLA മോചിപ്പിച്ചത് വിവാദമായിരിക്കുകയാണ്. ഭരണകക്ഷി MLA വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. ഇത് നിയമവിരുദ്ധ കസ്റ്റഡി എന്നാണ് MLAയുടെ വാദം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതിവൈകാരികമായി ഇടപെടുന്നയാളാണ് KE ജനീഷ് കുമാർ. സർക്കാർ ഓഫീസുകളിൽ പോയി ഉദ്യോഗസ്ഥരോട് രോഷാകുലരായി ഇടപെട്ട് വാർത്തകളിൽ നേരത്തെയും ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും നിരന്തരം പ്രശ്നങ്ങൾ MLAക്കുണ്ട്. അത് ചിലപ്പോൾ MLAയുടെ മണ്ഡലത്തിൻ്റെ സവിശേഷ സാഹചര്യം കൊണ്ട് കൂടിയാവാം. എന്നാൽ ജനീഷ് കുമാറിൻ്റെ രോഷപ്രകടനം അല്പം കടന്നുപോയോ? RDX പരിശോധിക്കുന്നു. RDX റാപ്പ്. ചരിഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് പ്രതി ചേർത്ത തോട്ടമുടമയുടെ സഹായിയെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇതിനു പിന്നാലെ സ്ഥലം MLA KU ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു. റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടായില്ല. മഹസർ എഴുതുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞൊഴിയാൻ നോക്കി. ഇതോടെ രോഷാകുലനായ MLA ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി. കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? MLA കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ ഫോൺ സന്ദേശം പുറത്തു വന്നിരുന്നു. മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വിളിപ്പിച്ചതെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. സ്റ്റേഷനുള്ളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിസന്ധിയിലായത്. മൊഴിയെടുക്കാൻ മാത്രമാണ് വിളിപ്പിച്ചതെന്ന ഓഡിയോ സന്ദേശത്തിലെ വാദവും പൊളിഞ്ഞു. ഔദ്യോഗിക പ്രതികരണത്തിന് DFO ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രദേശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം പതിവാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു MLAയുടെ രോഷം. വീണ്ടും നക്സലുകൾ വരുമെന്നും സ്റ്റേഷൻ കത്തിക്കുമെന്നും പറഞ്ഞ് MLA ഉദ്യോഗസ്ഥരോട് കയർത്തു. എന്താണ് MLA ഇത്രയും രോഷാകുലനാകാൻ കാരണം? ഇന്നലെ പാടം ഫോറസ്റ്റ് ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് പേപ്പർ കാണിക്കുക. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തയിലാട്ടി കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? നിനക്കൊക്കെ എന്താ പണി? നിനക്കൊക്കെ എന്താ പണി? എന്താ പണി? പോണമെന്നേ. കണ്ണു വെച്ച് ഇവിടെ ഇരിക്കല്ലേ. വീട്ടിൽ പോകണം. വീട്ടിൽ പോയി നോക്കണം. മനസ്സിലായോ? എന്നിട്ട് കള്ളക്കേസ് പാവത്തിനെ ജയിലിലടക്കാൻ. KU ജനീഷ് കുമാർ MLA മോശമായി സംസാരിച്ച് അവഹേളിച്ചെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്ന അയാളുടെ കൂടെ താമസിക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, സ്റ്റേഷനിലേക്ക് വന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി അതിനകത്ത് അതായത് കേസിന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ പറയുന്ന പ്രകാരം നമ്മൾ മഹസർ തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് ജനീഷ് കുമാർ സാറ് വന്ന് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധം വേണമെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ MLA പെരുമാറുമോ എന്നത് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. MLA കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് CCFനോട് പ്രാഥമിക വിവരം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം വാർത്ത വരുന്നത് നമ്മൾ ജനപ്രതിനിധികൾ അവരെ ജനങ്ങൾ വിലയിരുത്തും എന്ന് കരുതിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് ആ സഹോദരനോട് സ്നേഹപൂർവ്വം പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. നിരപരാധികളെയാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതെന്നും മാന്യതയില്ലാതെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്നും ജനീഷ് കുമാർ MLA പിന്നീട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മോശമായ ഭാഷ പ്രയോഗിച്ചതിൽ ഖേദമുണ്ടെന്നും MLA ഞങ്ങളോട് വ്യക്തമാക്കി.
അല്ല, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളെ ചോദ്യം ചെയ്യണം. നോട്ടീസ് കൊടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ചോദ്യം ചെയ്തുകൂടെ? നമുക്ക് അതിനകത്തൊന്നും മാർഗ്ഗമില്ല. ഇവർ രാവിലെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോവാ, അപ്പൊ കാണുന്ന 4 പേരുടെ നീ കയറാന്ന് പറഞ്ഞാൽ വണ്ടി പുറത്ത് കയറ്റിക്കൊണ്ട് പോവാ. നാട്ടിൽ ആളുകൾക്ക് ജീവിക്കണ്ടേ? അപ്പോ ഇത് നമുക്കും ഈ വികാരങ്ങളില്ലേ? അപ്പൊ അത് ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല. ആ ഒരു വികാര പ്രകടനമാണ് അവിടെ അന്നേരം ഉണ്ടായത്. അത് അല്പം കടന്നുപോയി. അതിൽ എനിക്കും ഖേദമുണ്ട്. മറ്റു കാര്യങ്ങൾ കൂടെ വളരെ പെട്ടെന്ന് വിശദമായി പരിശോധിച്ചിട്ട് വരാം. തല പോയാലും ജനങ്ങൾക്കൊപ്പം എന്നാണ് പിന്നീട് ജനീഷ് കുമാർ ഫേസ്ബുക്കിൽ എഴുതിയത്. താൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നയിക്കുമെന്ന് MLA പിന്നീട് ഫേസ്ബുക്കിലും മറ്റും പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്നു എന്ന് ജനീഷ് കുമാർ MLA പറഞ്ഞു. തൊഴിലാളിയുടെ ഗർഭിണിയായ ഭാര്യ വിളിച്ചാണ് തന്നോട് ഈ കാര്യം പറയുന്നത്. കാട്ടാന ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 11 പേരെയാണ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് മൂന്നാറിലേക്ക് ടൂർ പോയതിൽ MLA ഇടപെട്ടിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ജീവനക്കാരെ സംരക്ഷിക്കാനാണ് ADM ശ്രമിക്കുന്നത് എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂൺ വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിലും അദ്ദേഹം ഈ മട്ടിൽ തന്നെയാണ് ഇടപെട്ടത്. അപകട സാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി കാണാൻ കഴിയണമായിരുന്നു എന്ന് അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന്, ഈ അപകടം പറ്റിയ ആൾക്കൊപ്പം നിന്ന് പറഞ്ഞു. നമുക്കറിയാവുന്നതാണ് ജനീഷ് കുമാറിനെ, ഹർഷൻ. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ സംഭവത്തിൽ നിലപാടെടുക്കുന്നതിന് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒന്ന്, ഒരു രാഷ്ട്രീയക്കാരൻ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എന്ന് വെച്ചാൽ അവരുടെ ഒരു മനോവീര്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. കുറേ ആളുകൾ അദ്ദേഹത്തെ പോലെ തന്നെ അതേ പ്രായത്തിലൊക്കെയുള്ള ആളുകൾ ആത്മാഭിമാനമുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രശ്നം, എന്നാൽ ഇദ്ദേഹത്തെ തള്ളിക്കളയാന്ന് കരുതിയാൽ ഈ ബൈറ്റ് കാണുമ്പോൾ, അദ്ദേഹം സംസാരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ഒരു ഷോ നടത്തുകയാണെന്ന് തോന്നില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ രോഷം വരുന്നത്. അതുകൊണ്ടാണ് പിടിവിട്ട് സംസാരിച്ചു പോകുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് മാത്രമല്ല, അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? അല്ല, അതിൽ എനിക്ക് തോന്നുന്നത് കോന്നിയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഈ തൊട്ടടുത്ത പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ 4 ആനകൾ അവിടെ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവിടെ ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ആനകളെ വല്ല പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കാട് കയറ്റണമല്ലോ, ആ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും കോന്നിയിൽ ആനയുടെ, ഈ പറഞ്ഞ കോന്നി എന്ന് പറഞ്ഞാൽ ചിറ്റാറിൽ ആനയുടെ ശല്യം രൂക്ഷമാണ്. അത് തുടർച്ചയായി അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഇപ്പോൾ, അതായത് 2020 ജൂലൈ 28 ഈ ചിറ്റാറിൽ ഇതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്ന CCTV തകർത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മത്തായി എന്ന് പറയുന്ന കർഷകനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നെ മത്തായിയെ കാണുന്നത് കിണറ്റിൽ മരിച്ച നിലയിലാണ്. ആ കസ്റ്റഡി മരണം ഇപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും, അതിപ്പം മലയോര മേഖലയിലെല്ലാം വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിലെല്ലാം വനംവകുപ്പുമായുള്ള വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, ഇപ്പോൾ ഫോറസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കാലോചിതമായ ഒരു പരിഷ്കരിക്കപ്പെട്ട നിയമമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റം പ്രാകൃതമായാണ് ഈ നിയമങ്ങൾ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമായും ആളുകളുടെ രോഷം ആദ്യം ആർക്ക് നേരെയാണ് ഉണ്ടാവുക? പോലീസിന് നേരെയല്ല. സ്വാഭാവികമായും അവർക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പ്രതിഷേധിക്കാൻ കഴിയുന്നത് ജനപ്രതിനിധികളോടാണ്. ഇവിടെ ജനീഷ് കുമാറിന് നേരെ ആ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായിട്ട്. ജനീഷ് കുമാറിന് ഈ രോഷം ആരോടാണ് പ്രകടിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ അത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടാണ്. പക്ഷേ ഇവിടെ കൃത്യമായി ജനീഷ് കുമാർ ഒരു കാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം DYSPയോട് ആദ്യം ഈ വിഷയം പരാതിപ്പെട്ടു. അതായത് വെറുതെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ആളുകളെ, ഇക്കാര്യത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുന്നു പോലുമില്ല. മുമ്പ് ഈ മത്തായിയെ കസ്റ്റഡിയിലെടുത്തതിന് സമാനമായ ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല എന്നാര് കണ്ടു? അത് മാത്രമല്ല, ഈ ആർക്ക് വേണ്ടിയാണ് ഇടപെട്ടത് എന്നുള്ളതൊരു പ്രശ്നമുണ്ടല്ലോ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വനംകൊള്ളക്കാരന് വേണ്ടിയല്ല ഇടപെടുന്നത്. അവിടെ അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, തൊഴിലാളി കുടുംബമാണ്. ആ ഗർഭിണിയായ ഭാര്യയുണ്ട്. ആ തൊഴിലാളിയെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഈ വിവരങ്ങൾ ശേഖരിക്കാനാണ് എന്നാണ് MLA അവിടെ ചോദിക്കുമ്പോൾ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? അവിടെ കാണുന്ന ആളുകൾ ഈ 11 പേരെ, ഒരു നാട്ടിൽ ഇവിടെ ആന ചെരിഞ്ഞ ഉടനെ ഒരു 11 പേരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. വീണ്ടും ഇതുപോലെ കസ്റ്റഡി തുടരുന്നു. ആളുകളുടെ പ്രതിഷേധം അവിടെ ഉണ്ടാകും. ആന അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ തലേദിവസവും അവിടെ ഏക്കർ കണക്കിന് വാഴത്തോട്ടങ്ങൾ ആന നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മലയോര മേഖലയിൽ ഇങ്ങനെ സങ്കീർണമായ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടെ സ്വാഭാവികമായും പ്രതികരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ല എന്നുള്ളത് രോഷത്തോടെ തന്നെ ആയിരിക്കും സ്വാഭാവികമായും MLA അവിടെ അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ ഏത് ജനപ്രതിനിധിയും ഈ മട്ടിൽ തന്നെ ചെയ്യും. കോന്നിയുടെ കാര്യത്തിൽ, ചിറ്റാറിൻ്റെ കാര്യത്തിൽ വേറെയും ചരിത്രമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ആൻ്റണി MLA നമ്മൾ വളരെ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഈ കുടിയേറ്റ മേഖലയിലും മലയോര മേഖലയിലും ഒക്കെയുള്ള കർഷകർ ഏറ്റെടുത്ത ഒരു ദൃശ്യമുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് ബോർഡ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ച മുന്നറിയിപ്പ് ബോർഡ് ഈ ആൻ്റണി പറിച്ചു മാറ്റുന്നത് ഇവിടെ നിന്നാണ്. ഇനി
വി.ഡി. സതീശൻ്റെ യാത്രയുണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര, മലയോര യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയിൽ ചിറ്റാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എടുത്തു പറഞ്ഞത് ഈ ആനശല്യമാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് പക്വമായല്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതികരണം. പിന്നെ അവിടെ ഈ ചെല്ലുന്നത് ഇവരെടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലൂടെ അല്ല, ഈ MLA അങ്ങോട്ട് ചെന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതല്ല. അതിനപ്പുറത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഈ വീഡിയോയും ഓഡിയോയും എല്ലാം ചോർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതവിടെ ഒരു ഷോ വെച്ച് അത് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അങ്ങോട്ട് ചെന്നതല്ല. സ്വാഭാവികമായ ഒരു പ്രതികരണം തന്നെയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജനീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതൊക്കെ വസ്തുതയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആന വന്നിറങ്ങിയിട്ട്, അത് ഒന്നിലേറെ ആനകൾ വന്നിറങ്ങിയിട്ട് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ആന ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 10-11 പേരെ അങ്ങനെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് ആനയും കൊണ്ട് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്ന്, ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ട് മറ്റൊന്ന്. എങ്ങനെയാണ് ഷോക്കേറ്റ് മരിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ആരെങ്കിലും ഉത്തരവാദികളുണ്ടെങ്കിൽ അവരെ പിടികൂടേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കട്ടെ, അത് സമാന്തരമായി നടക്കണം. പക്ഷേ അതിന് ഇതാണോ മാർഗം, ഇങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. അതും ആന അവിടെ നിൽക്കുമ്പോൾ ആദ്യം ആനയെ കയറ്റിവിടാനുള്ള ഉത്തരവാദിത്വം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഈ ആനയെ കയറ്റിവിട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിരുന്നു ഒന്നാമത്. അതെ, ആനക്കൊപ്പം അല്ലല്ലോ അത്. അതെ, അദ്ദേഹം അവിടുത്തെ ആളുകളുടെ MLA ആണല്ലോ. ആ നിലക്ക് കാണാതിന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവായതോടെ വനം വകുപ്പും പൊതുജനവും തമ്മിൽ സംഘർഷത്തിലാവുന്നത് കേരളത്തിൽ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. വനാതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യർ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ്. ആ ഘട്ടത്തിൽ ന്യായമുള്ള ആവശ്യത്തിന് MLA സാധാരണക്കാർക്കൊപ്പം നിൽക്കണമെന്ന് തന്നെയാണ് RDXൻ്റെയും അഭിപ്രായം. പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പൊതുജന പീഡനം ഇതിനു മുമ്പും വാർത്തയായിട്ടുള്ളതാണ്. സഹിക്കുന്നതിനും പരിധിയുണ്ട് എന്ന MLAയുടെ വാക്കുകൾ സാധാരണക്കാരൻ്റെ കൂടെ ആകുന്നത് അതുകൊണ്ടാണ്. ഒരു ഭരണപക്ഷ MLA സർക്കാർ സംവിധാനത്തിന് നേരെ കലഹിക്കുന്നുണ്ടെങ്കിൽ ആ വകുപ്പിന് വീഴ്ചയുണ്ട് എന്ന് കൂടെ അർത്ഥമുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട വകുപ്പ് വനം ആണെന്നതിൽ തർക്കമില്ല. ആ പ്രശ്നം ഇനിയും പരിഹരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന നിലപാടാണ് RDXനുള്ളത്. അടുത്ത വിഷയത്തിലേക്ക്